നമസ്കാരം. കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു കാര്യത്തിൽ വലിയ തർക്കമുണ്ട്. കേന്ദ്രത്തിന്റെ പദ്ധതികൾ, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് വയ്ക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ മുദ്ര പതിപ്പിക്കാൻ പറ്റില്ല എന്ന് കേരളം പറയുന്നു. എന്നാൽ കേരളം നടപ്പിലാക്കുന്ന ചില പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിനെ മുദ്ര വയ്ക്കാൻ ഇപ്പോൾ കേരള സർക്കാർ തയ്യാറായിരിക്കുന്നു. ഇതാണ് കേരള സർക്കാരിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. കേരളം എന്നത് എപ്പോഴും ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ എന്ത് ചെയ്യില്ല എന്ന് പറയുന്നു അത് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും അതാണ് നമ്മുടെ അനുഭവം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിരവധി ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് ആരോഗ്യരംഗത്ത് നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ ഈ ലൈഫ് മിഷൻ പദ്ധതിയായിട്ട് കെട്ടിട നിർമ്മാണം നൽകി കൊടുക്കുന്ന ആ പദ്ധതികൾ, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. അങ്ങനെ പല പദ്ധതികളും അതിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ പണം വാങ്ങിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ ആ പദ്ധതി മുദ്ര വയ്ക്കണം, കേന്ദ്രത്തിൻ്റെ മുദ്ര വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ പറഞ്ഞത് അത് ആ ഒരു ലൈഫ് മിഷൻ പദ്ധതി അനുസരിച്ചൊരു വീട് വയ്ക്കുകയാണെങ്കിൽ ആ വീട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ മുദ്രയിരിക്കുന്നത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കും, അവരുടെ ആത്മാഭിമാനത്തിന് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അങ്ങനെ വയ്ക്കാൻ പാടില്ല, സർക്കാർ കൊടുക്കുന്നെങ്കിൽ കൊടുക്കണം, അതിനകത്ത് മുദ്ര വയ്ക്കാൻ പാടില്ല എന്നൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ ഇതാ സംസ്ഥാന സർക്കാർ അവരുടെ പദ്ധതി അനുസരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് കേരള സർക്കാരിനെ മുദ്ര പതിപ്പിക്കുവാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് കോപ്പറേറ്റീവ് സെക്ഷനിലാണ്. കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ഷനിൽ സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾക്കെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ മുദ്രയും അതുപോലെ കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ വകുപ്പിൻ്റെ മുദ്രയും പതിപ്പിക്കണം എന്ന തീരുമാനവും ഒരു ഉത്തരവും ഇതാ പുറത്തു വന്നിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഈ പദ്ധതികൾക്ക് ആത്മാഭിമാനത്തിന് കോട്ടം തട്ടില്ലേ എന്ന് ചോദിച്ചാൽ അതിനും ന്യായീകരണം ഉണ്ടായിരിക്കാം ഈ സർക്കാരിന്. എന്തായാലും കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അവർക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ധനസഹായവും വെറുതെ സംഭാവന കൊടുക്കുന്നതല്ല, അത് ധനസഹായം കൊടുക്കുന്നത് വായ്പയായിട്ടാണ്. കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ചില പദ്ധതികളുണ്ട്. പ്രധാനമായിട്ടും പുനർജനി, ഈ പട്ടികജാതി വർഗ സമുദായത്തിൻ്റെ അവരുടെ ഉന്മനത്തിന് വേണ്ടിയിട്ട് അവരുടെ കോപ്പറേറ്റീവ് സെക്ഷനിലെ പുനർജനി എന്ന് പറയുന്ന പദ്ധതിയൊക്കെ ഉണ്ട്. അങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്കെല്ലാം ഈ സംസ്ഥാന സർക്കാർ ധനസഹായം കൊടുക്കുന്നത് വായ്പയായിട്ടും അതുപോലെ ഓഹരി വിഹിതമായിട്ടും പിന്നെ സബ്സിഡി ആയിട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 തരത്തിലാണ്. പക്ഷേ ഈ സബ്സിഡി മാത്രമാണ് സംസ്ഥാന സർക്കാരിന് തിരിച്ചു കൊടുക്കേണ്ടാത്തത്. ബാക്കി മുഴുവനും വായ്പയും അതുപോലെ ഓഹരിയും സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ ലാഭവും അത് തിരിച്ചു നൽകേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ഓഹരി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ കാശ് എടുത്തല്ല, നബാർഡിൽ നിന്നുമുള്ള കാശ് എടുത്തുകൊണ്ട് നബാർഡിൻ്റെ നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്, നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടൈം ഓപ്പറേഷൻ. അതിൽ നിന്നുമാണ് നബാർഡിൻ്റെ ആ പദ്ധതിയിൽ നിന്നാണ് പണം എടുത്തിട്ട് ഈ കോപ്പറേറ്റീവ് സെക്ഷനിലൊക്കെ ഈ സംസ്ഥാന സർക്കാർ ഓഹരി നിക്ഷേപിക്കുന്നത്. ആ പൈസയ്ക്കും തിരിച്ചു കിട്ടുന്നതാണ്. എന്നാൽ അവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ മുദ്ര വയ്ക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ മുദ്ര വെച്ചാൽ അഭിമാനം, അവിടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകും. എന്നാൽ സംസ്ഥാന സർക്കാരിനെ മുദ്ര വെച്ചാൽ അഭിമാനത്തിന് ക്ഷതമുണ്ടാവില്ല. അവർ പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാരിനെ മുദ്ര വയ്ക്കും അതിന്റെ കൂടെ മോദിയുടെ പണം കൂടെ വയ്ക്കാൻ ഇവർ പറയും. അതിന്റെ തന്ത്രമാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരിന്റെ മുദ്ര വയ്ക്കണമെന്ന് പറയുമ്പോൾ അവിടെ പിണറായി വിജയന്റെ പണവും കൂടി വയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ വയ്ക്കണം എന്ന നിർദ്ദേശവും കൂടി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോൾ അത് ആത്മാഭിമാനത്തിന് ദോഷം വരും, സംസ്ഥാന സർക്കാർ ചെയ്യുന്നാൽ ആത്മാഭിമാന ദോഷം വരില്ല. എന്തു ന്യായമാണ്, എന്തു ഇരട്ടത്തപ്പാണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ പിണറായി വിജയന്റെ എല്ലാ പരിപാടികളും ഇങ്ങനെ തന്നെയാണ്.